ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ B2 ലെവലിൽ ട്രൈബൺ എക്സാമൊക്കെ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള വളരെ ഒരു ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. അതായത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എക്സാം എഴുതുമ്പോഴത്തേന് ശ്രദ്ധിക്കണം, അപ്പോൾ അതുപോലെ എന്തൊക്കെ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. അപ്പോൾ നമുക്ക് എങ്ങനെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എക്സാം പാസ്സാകാം എന്നാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് ടിപ്സുകളാണെന്ന് ഞാൻ പറയുന്നത്. അത് മസ്റ്റായിട്ട് നിങ്ങൾ കറക്റ്റ് രീതി ഫോളോ ചെയ്ത് തെറ്റുകളൊക്കെ അത് തിരുത്തിയൊക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എക്സാം പാസ്സാകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, മുന്നോട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് നൗൺസിൻ്റെ ലെറ്റർ. നൗൺസ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതുക, അങ്ങനെ തന്നെ എഴുതണം. അതായത് ദി പ്രൂഫിങ് എന്നുള്ളത് ദി എഴുതി കഴിഞ്ഞ് പ്രൂഫിങ്ങിൻ്റെ പി ക്യാപിറ്റലിൽ എഴുതുക. ഫുൾ സ്റ്റോപ്പ്, കോമ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ സെൻറ്റൻസ് എഴുതി കഴിഞ്ഞ് ഇടുക. ലെറ്ററിൻ്റെയും ബ്ലോഗിൻ്റെയൊക്കെ പാറ്റേൺസ് ഇല്ലേ, അതായത് റേഡിയോമെറ്റൽസൊക്കെ, അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ച് വെച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അടുത്തത് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പം, അതായത് നമ്മുടെ ഇമെയിലോ വല്ലതും എഴുതുമ്പോഴത്തേനും സ്മോൾ ലെറ്ററിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കേസ് റൈറ്റിങ്ങിൽ എഴുതാൻ പറ്റത്തില്ല. കേസ് റൈറ്റിങ്ങിന് പകരം നമ്മൾ ഓരോ വേർഡ്സും ആൽഫബറ്റും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വേണം എഴുതാൻ. അതുപോലെ തന്നെ വേർഡ്സൊക്കെ എഴുതുമ്പോൾ ഒരു സ്പേസ് ഇട്ട് വൃത്തിക്ക് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. അടുത്തതാണ് ഗ്രാമാറ്റിക് വെർബ്. അതായത് ഗ്രാമാറ്റിക് പോർഷൻ എഴുതുമ്പോഴത്തേന് എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം തന്നെയാണ് ഈ വെർബ് നമ്മൾ തെറ്റായ രീതിയിൽ കൊണ്ട് പൊസിഷൻ തെറ്റിച്ച് കൊണ്ട് എഴുതി വെക്കും. അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ആ സെൻറ്റൻസ് സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഗ്രാമർ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതവിടെ മൊത്തത്തിൽ തെറ്റാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെർബ് ഏത് പൊസിഷനിലാണ് കറക്റ്റാണോ വെച്ചിരിക്കുന്നത് എന്ന് നോക്കി അത് കറക്റ്റ് രീതിയിൽ തന്നെ പൊസിഷനിൽ വെക്കുക. അടുത്തതാണ് വെർബിൻ്റെ കോഞ്ചുഗേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മൊഡാൽ വെർബൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ തന്നെയും ചില സമയത്ത് നമ്മൾ മൊഡാൽ വെർബ് യൂസ് ചെയ്താലും വെർബ് നമ്മൾ ചുമ്മാ സാധാ രീതി കോഞ്ചുഗേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ കോഞ്ചുഗേറ്റ് ഫോമിലൊക്കെ എഴുതി വെക്കും. അതൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെർബ് ഏത് ഗ്രാമാറ്റിക്കാണോ യൂസ് ചെയ്യുന്നത് എന്ന് നോക്കുക, എന്നിട്ട് അതനുസരിച്ച് വെർബ് കോഞ്ചുഗേറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, അടുത്തതാണ് ഓൾട്ടർനേറ്റീവ്. ഓൾട്ടർനേറ്റീവ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ അറിയാം, പക്ഷേ എല്ലാവരും യൂസ് ചെയ്യുന്ന തന്നെ കോമൺ ഓൾട്ടർനേറ്റീവ്സ് തന്നെ യൂസ് ചെയ്യാറാണ് ഉള്ളത്. അതായത് ഇപ്പോൾ ഈ ബെനൂട്ട്സ്, ഇൻ അൺഫ്രോക്സ്, നേമൻ, അതുപോലെ തന്നെ എന്താണ് ഫർഷീഡനെ മോഗ്ലിഷ്കൈറ്റൻ എന്ന് പറയേണ്ടതിന് പകരം നമ്മൾ ഫീലെ മോഗ്ലിഷ്കൈറ്റൻ എന്നൊക്കെ പറയും. അതൊക്കെ നമ്മൾ കോമൺ ആണ് യൂസ് ചെയ്യുന്നത്. അതല്ലാണ്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന അല്ലാതെ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ മസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ നോക്കുക. അടുത്തതാണ് ലെറ്റർ പാരഗ്രാഫായിട്ട് എഴുതരുത്. എല്ലാവരും ചെയ്യുന്നൊരു തെറ്റാണ്. എല്ലാവരും എന്ന് വെച്ചാൽ ചിലവർക്കൊക്കെ അറിയത്തില്ല. അപ്പോൾ അവർ ബ്ലോഗൊക്കെ എഴുതി ആ ഒരു ശീലത്തിൽ അവർ തന്നെ ലെറ്ററും പാരാഗ്രാഫിലൊക്കെ എഴുതും. അപ്പം ലെറ്റർ പാരാഗ്രാഫ് തിരിച്ച് എഴുതരുത്. അടുത്തതാണ് സുതേം, ഔസദം, സുസലിഷ്. ഇതൊക്കെ ഓരോ കണക്റ്റേഴ്സാണ്. അതായത് അഡീഷണലായിട്ട് നമുക്ക് ആഡ് ചെയ്ത് പറയാൻ പറ്റുന്ന രീതിയിലുള്ള കണക്റ്റേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം വരുന്നത്, എല്ലാവരും പെട്ടെന്ന് സമയമില്ല എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാതെ ആദ്യം തന്നെ തെറ്റെഴുതി വെക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ എത്ര സമയം ഉണ്ടെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആൻസർ ചെയ്യാൻ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ പോയിൻറ്റും ക്വസ്റ്റ്യൻ്റെ ഓരോ പോയിൻറ്റും നമ്മൾ കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതുക. അല്ലാണ്ട് ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ എഴുതുമ്പോൾ നമുക്കൊരു ആ ലെറ്റർ അല്ലെങ്കിൽ ഒരു ഇമെയിലിന് ഒരു നല്ലൊരു പാറ്റേൺ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഓർഡറിൽ എഴുതുക.
അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഗ്രാമാറ്റിക് പോർഷൻ നമ്മൾ എപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഗ്രാമാറ്റിക് പോർഷൻസ് അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് സ്വൈറ്റാലിക ഒരു 3 സ്വൈറ്റാലിക കണക്ടേഴ്സ് മസ്റ്റായിട്ട് ഒരു ലെറ്റർ അല്ലെ ബ്ലോക്ക് എഴുതുമ്പോൾ വെക്കുക. അതുപോലെ തന്നെയാണ് പാസീവ്, റിലേറ്റീവ്സ് ആഡ്സ് അതൊക്കെ യൂസ് ചെയ്യുക. അതൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ റയർ ആയിട്ടുള്ള യൂസേജ് ആയതുകൊണ്ട് എന്തായാലും നമുക്ക് മാർക്ക് കിട്ടും. കോമൺ അല്ല. കോമൺ വരുമ്പോഴത്തേനാണ് നമുക്ക് ഈ എല്ലാവരുടെയും സെയിം പേപ്പറിൽ കണ്ട ഗ്രാമാറ്റിക് തന്നെ കാണുമ്പോൾ നമുക്ക് മാർക്ക് കുറയും. അപ്പം നമ്മളെപ്പോഴും ഡിഫറൻ്റ് ആയിട്ട്, പക്ഷെ നിങ്ങൾ ഈ ഡിഫറൻ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഇത് ശരിയാണ് കറക്റ്റാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഗ്രാമർ പോർഷൻ നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മാർക്ക് പോകും. അത് തെറ്റാണെങ്കിൽ നമുക്ക് എന്തായാലും മാർക്ക് പോകും. അപ്പോൾ ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റിലേറ്റീവ്സ് ആഡ്സ് ആണെങ്കിലും പാസീവ് ആണെങ്കിലും യൂസ് ചെയ്യുക. വൊക്കാബുലറി നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലെ A1 A2 ലെവലൊക്കെ അല്ലാണ്ട് അതിൻ്റെ B2 ലെവൽ വേർഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ ഏതൊക്കെയാണ് ഈ A2 A1 ലെവൽ വൊക്കാബ് യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ കണ്ടെത്തി അതിൻ്റെ B2 ലെവൽ എഴുതി പഠിക്കുക. അതിനനുസരിച്ച് എന്നിട്ട് ആഡ് ചെയ്ത് എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ്, ഹെൽപ്ഫുൾ ആണ് എങ്കിൽ നിങ്ങൾ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചിയേഴ്സ്.